ലോകകപ്പ് നേടിയതുപോലത്തെ ഒരു ആഹ്ലാദമായിരുന്നു. ശരിക്കും ജീവൻ തിരിച്ചിട്ടിരുന്നു. മരണത്തിൻ്റെ വക്കിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മരണം ഉറപ്പിച്ച അവസ്ഥയിലായിരുന്നു അർജന്റീന. അർജന്റീനക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല, മധ്യനിരയിൽ ആധിപത്യം സ്ഥാപിക്കുന്നില്ല, ഒന്നിനും സാധിക്കാത്ത നിരയിലേക്ക് കേപ്പർത്ത് അതിശക്തമായി തിരിച്ചു വരികയാണ് ഇരുന്നത്. ആ കേപ്പർത്ത് ഇത്ര മനോഹരമായിട്ട് ആക്രമണം നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേയില്ല. സാധാരണ നമ്മൾ പറയുന്ന ഒരാൾക്ക് 3 ആൾ വന്നാൽ 3 പേരുടെ ഒഴിവ് ഇപ്പുറത്തും ഉണ്ടാവുന്നു. അതുമില്ല, ഉടനെ കടന്നൽപ്പട ഇളകി വരുന്ന പോലെ, വെട്ടുകളികളൊക്കെ വരുന്ന പോലെ വീണ്ടും തിരിച്ചു വന്ന് അവരുടെ പൊസിഷനിൽ നിൽക്കുന്നു. എത്ര ചിട്ടയോടെ കൂടിയാണ് അവർ വന്ന് നിൽക്കുന്നത്. ഒരു പട്ടാള ചിട്ടയോട് കൂടിയാണ് അവർ ആ പ്രതിരോധത്തെ കാത്തത്. ആ ഗോളിൽ വന്ന് മെസ്സിയുടെ ക്രോസും ആ ഗോളും ഒഴിച്ചു നിർത്തിയാൽ മെസ്സി മാജിക് നമ്മൾ കണ്ടതേയില്ല. മെസ്സിയുടെ ഗോൾ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഒരു ഗോൾ വന്നു. ആ ഗോൾ പക്ഷേ ചരിത്രപരമായ കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. കളിക്കളത്തിലെ മികവും ആക്രമണം കൊണ്ട് മാത്രമല്ല, ബുദ്ധിപരമായിട്ടും ശരിക്കും അർജന്റീനയ്ക്ക് ചെക്ക് വെക്കുകയാണ് ശരിക്കും നമ്മളിന്ന് കേപ്പ് വെർദെ ചെയ്യുന്നത് കണ്ടത്. യാതൊരു പാഠവും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്കലോണി പഠിച്ച പാഠങ്ങളൊന്നും തന്നെ ഈ കേപ്പ് വെർദെയുടെ പട്ടാള ചിട്ടയ്ക്ക് മുന്നിൽ, അവരുടെ അച്ചടക്കത്തിന് മുന്നിൽ വിലപ്പോയില്ല എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകകപ്പിന് ഇനി എന്തിനാണ് ഒരു ഫൈനൽ? ഒരു ഫൈനലിനും ഇന്നത്തെ ഈ 2 മണിക്കൂർ നേരം നമ്മൾ ലോകം മുഴുവൻ, ഫുട്ബോൾ ആരാധകർ മുഴുവൻ അനുഭവിച്ച ഒരു ഉദ്യോഗഭരിതമായ നിമിഷം, ആ ചങ്കിടിപ്പ് ഇതിന് പകരം വെക്കാനാവില്ല. ഇതിന് മറികടക്കാൻ ഇനി ഒരു ഫൈനലിനും സാധിക്കില്ല. അത്ര ഗംഭീരമായൊരു മത്സരമാണ് ശരിക്കും അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിൽ നടന്നത്. അർജന്റീന തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നുകൂടി എന്ന് പറയാം. ശരിക്കും ദാവീദും ഗോലിയാത്തും തമ്മിലൊരു മത്സരം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾക്ക് ഒരിക്കലും ദാവീദെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല കേപ്പ് വെർദെ. ശരിക്കും ലോക ചാമ്പ്യന്മാർ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച് വെള്ളം കുടിപ്പിച്ചാണ് അവർ പരാജയപ്പെട്ടതിൽ വാക്കുപോലും പറയാൻ സാധിക്കുമെന്ന് അറിയില്ല. ശരിക്കും ഇന്നത്തെ വിജയി എന്ന് പറഞ്ഞാൽ കേപ്പ് വെർദെയാണ്. കടലാസിലും കളിയിലും അർജന്റീന ആയിരിക്കാം, പക്ഷേ കേപ്പ് വെർദെയാണ് ജനമനസ്സുകളിലെ വിജയി. യഥാർത്ഥ വിജയി കേപ്പ് വെർദെയാണ്. ഇത് താരതമ്യങ്ങളില്ല 2 ടീമുകളും തമ്മിൽ. ഒന്ന് ലോക ചാമ്പ്യൻ, ഒന്ന് ആദ്യമായി ലോകകപ്പ് കളിക്കാൻ വരുന്നവർ, പൊട്ടുപോലുള്ളൊരു രാജ്യം. പക്ഷേ ഇന്നത്തെ 2 മണിക്കൂർ നേരം കളി നീണ്ടു നിന്നു. ഈ 2 മണിക്കൂർ നേരവും അർജന്റീനയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുകയായിരുന്നു കേപ്പ് വെർദെ ചെയ്തത്. ഡെനി ബോർഗസിൻ്റെ ഒരു ഓൺ ഗോളും അതുപോലെ എമിലിയോ മാർട്ടിനസിൻ്റെ അവസാന നിമിഷത്തെ 1-2 സേവുകളും ഇല്ലായിരുന്നെങ്കിൽ അർജന്റീന ഞെട്ടുന്ന തോൽവി വഴങ്ങി ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തു പോകുമായിരുന്നു ലോക ചാമ്പ്യന്മാർ. ശരിക്കും ലോക ഫുട്ബോളിൽ തന്നെ, അല്ലെങ്കിൽ ലോകകപ്പിൻ്റെ തന്നെ, അർജന്റീനയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അട്ടിമറിക്കുന്ന സാക്ഷ്യം വഹിക്കുമായിരുന്നു. അപ്പം നേരത്തെ കാമറൂണിനോടും പിന്നെ സൗദി അറേബ്യയുടെ ഒക്കെ തോറ്റതിനേക്കാൾ വലിയ തോൽവി ആവുമായിരുന്നു ഒരുപക്ഷെ ഇന്ന്. ശരിക്കും സൗദി എന്ത് ഷോക്കാണ് കൊടുത്തത്, അതിൻ്റെ ഒരു ഇരട്ടി ഡോസിലൊരു ഷോക്കാണ് ശരിക്കും കേപ്പ് വെർദെ ഇന്ന് കൊടുത്തിരിക്കുന്നത്. മെസ്സിയും ഒസീനിയും തമ്മിലൊരു പോരാട്ടമായിരിക്കും. അതിൽ ആര് ജയിക്കും അതിനെ ആശ്രയിച്ചും കളിയുടെ ഫലമെന്ന് നമ്മൾ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ നമ്മൾ 3 ഗോൾ വഴങ്ങിയെങ്കിലും ഒസീനയ്ക്കും കൊടുക്കണം വലിയൊരു കയ്യടി. 7 ഗോളുകൾ. ശരിക്കും ഒസീനിയെ മറികടക്കാൻ ഒരിക്കലും അർജന്റീനയ്ക്കും മെസ്സിക്കും സാധിക്കില്ല എന്ന് പോലും നമ്മൾ കരുതി. അത്രയും ഉജ്ജ്വലമായിരുന്നു ശരിക്കും ഒസീനിയുടെ പ്രകടനം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സര വിജയി അർജന്റീനയാണ്. അവർ പ്രീ ക്വാർട്ടറിൽ കടന്നു, ആശ്വാസമുണ്ട്, ആയുസ് നീട്ടിക്കെട്ടി, ഈജിപ്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടറിന് യോഗ്യത നേടിയെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇന്നത്തെ മത്സരത്തിലെ യഥാർത്ഥ ഹീറോ ഒസീനിയും ഈ കേപ്പ് വെർദെയുമാണ്. ശരിക്കും ആദർശ എന്താണ് അർജന്റീനയ്ക്ക് ശരിക്കും സംഭവിച്ചത്? ആദ്യമായി ലോകകപ്പിനെത്തിയൊരു സംഘം ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ച് നിർത്തിയ ഒരു 120 മിനിറ്റ്, അതിനാണ് നമ്മൾ സാക്ഷ്യം വെച്ചത്. അടിമുടി വിറപ്പിച്ച് നിർത്തി. മെസ്സിപ്പട ലോക ചാമ്പ്യൻ പട്ടം നിലനിർത്താനാണ് നോക്കൗട്ട് ഘട്ടത്തിലേക്ക് കളി തുടങ്ങിയത്. റൗണ്ട് ഓഫ് 32 കേപ്പ് വെർദെ ആകുമ്പം അനായാസം ജയിച്ച് കയറാമെന്ന് ഏവരും കണക്ക് കൂട്ടി. പക്ഷേ 120 മിനിറ്റ് ഭാഗ്യം കൊണ്ട് അർജന്റീന കടന്നുകൂടി എന്ന് പറയുന്നതാകും ഉചിതം. അത്ര മനോഹരമായിട്ടാണ് കേപ്പ് വെർദെ കളിച്ചത്. ഇത്രമാത്രം വീര്യത്തോടെ വീരോചിതമായൊരു പോരാട്ടം കേപ്പ് വെർദെ കാഴ്ചവെക്കുന്ന ഫുട്ബോൾ പ്രേമികൾ ആരും കരുതിയിരുന്നില്ല. അത്ര ഗംഭീരമായിട്ടായിരുന്നു. അവസാന നിമിഷത്തെ ഒരു ഓൺ ഗോളിൽ മാത്രം അവർ അടുത്ത റൗണ്ടിലേക്ക് കടക്കാതെ പുറത്തുപോയി തലയുയർത്തി തന്നെയാണ് കേപ്പ് വെർദെ മടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ലോകകപ്പിൻ്റെ ഫൈനലിന് ശേഷം ആദ്യമായിട്ടാണ് അർജന്റീന ഇത്രയും വലിയൊരു വെല്ലുവിളി നേരിടുന്നത്. ശരിക്കും ഈ മത്സരശേഷം അർജന്റീന താരങ്ങളുടെ ഒരു സമാശ്വാസമുണ്ട്. ലോകകപ്പ് നേടിയതുപോലത്തെ ഒരു ആഹ്ലാദമായിരുന്നു. ശരിക്കും ജീവൻ തിരിച്ചിട്ടിരുന്നു. മരണത്തിന്റെ വക്കിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മരണം ഉറപ്പിച്ച അവസ്ഥയിലായിരുന്നു അർജന്റീന. അവിടെ നിന്നുള്ള തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അവർക്ക് അർജന്റീന താരങ്ങൾക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. നമ്മൾ കണ്ടു ഗാലറിയിൽ പഴയ ഡീഗോ സിമിയോനെയൊക്കെ നഖം കടിച്ച് പിന്നെ വേവലാതി പൂണ്ട് നടക്കുന്നത്. ശരിക്കും അത്രയും ഗംഭീരമായിട്ടാണ് ഈ കേപ്പ് വെർദെ അവരെ വിറപ്പിച്ചു പോയിരിക്കുന്നത്. ആ 111 മിനിറ്റിലെ ആ ഗോൾ ഇല്ലായിരുന്നെങ്കിൽ അർജന്റീന ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയേനെ. ആ 111 മിനിറ്റിലെ ഒറ്റ ഗോളിലാണ് അർജന്റീനക്കാരുടെ ജീവൻ തിരിച്ചു പിടിച്ചത്. അത്ര ഗംഭീരമായിട്ടാണ് കേപ്പ് വെർദെ കളിച്ചത്. ആദ്യം മുതലേ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേപ്പ് വെർദെയുടെ പ്രകടനം അടിമുടി ഗംഭീരമായിരുന്നു. അർജന്റീനക്ക് ഒരവസരവും നൽകാതെ എല്ലാ അവസരങ്ങളും കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് കേപ്പ് വെർദെ മുന്നേറിയത്. ശരിക്കും നമ്മൾ പറഞ്ഞത് അർജന്റീന പ്രതിരോധിക്കുകയും ഇവർ പ്രതിരോധം കൊണ്ട് പിന്നെ കോട്ട കെട്ടി നിൽക്കുന്നത്. പക്ഷെ ഇന്ന് കളിയിൽ കണ്ടത് അങ്ങനെയല്ല. അവരുടെ കോട്ട അതിഗംഭീരമാണ്, വളരെ ഭദ്രമാണ്. ആക്രമണം പക്ഷെ അതിനേക്കാൾ വലിയ ഗംഭീരമായിരുന്നു. മെസ്സിപ്പടക്കു അതായത് വിങ്ങുകളിലൂടെയോ മധ്യനിരയിലൂടെയോ മൈതാനത്ത് ആധിപത്യം സ്ഥാപിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത്ര ഗംഭീരമായിട്ട് കേപ്പ് വെർദെ താരങ്ങൾ ഓരോ താരങ്ങളെ മാർക്ക് ചെയ്യുകയും, നമ്മൾ പറഞ്ഞു മെസ്സി മികച്ച രീതിയിൽ മറികടക്കുമായിരിക്കും എന്നൊക്കെ. മെസ്സിയൊക്കെ കൃത്യമായി മാർക്ക് ചെയ്യുകയും ചെറിയ ചെറിയ അവസരങ്ങൾ മാത്രമേ മെസ്സിക്ക് ലഭിച്ചുള്ളൂ. മെസ്സിയും വെസീനിയും തമ്മിലുള്ള പോരാട്ടമായിരിക്കുന്നത് നമ്മൾ പിന്നെയും കണക്ക് കൂട്ടി. പക്ഷേ മെസ്സിയുടെ ഷോട്ടൊക്കെ അസാമാന്യമായ ഉൾക്കരുത്തോടെയാണ് വെസീനിയെ തട്ടിയാ കെറ്റിയത്. നമ്മൾ ഈ മത്സരത്തിൻ്റെ തുടക്കം തന്നെ
അവരുടെ ഒരു പോരാട്ടം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അവരുടെ നടപ്പാക്കിയ പദ്ധതി അങ്ങനെയായിരുന്നു. സ്കലോണിയുടെ പദ്ധതികളൊക്കെ പാളുന്നത് നമ്മൾ എന്തേ കണ്ടു. മധ്യനിരയിലും വിങ്ങുകളിലൂടെ ഒക്കെ മുന്നേറാൻ പറ്റി ശരിക്കും അർജന്റീനയ്ക്ക് ഒരു മധ്യനിര ഉണ്ടായിരുന്നു. അങ്ങനെ സംശയിച്ചു പോകുന്ന തരത്തിലാണ് കേപ്പർദയുടെ മധ്യനിര. അതായത് കേപ്പർദയുടെ മധ്യനിരയെ മറികടക്കാനോ വിങ്ങുകളിലൂടെ മുന്നേറാനോ ഒരിക്കലും അർജന്റീന താരങ്ങൾ കഴിഞ്ഞില്ല. ചെറിയ ചെറിയ മുന്നേറ്റങ്ങൾ നടത്തിയെന്ന് ചോദിച്ചാൽ അത്ര സ്ട്രോങ് ആയിട്ട് അവർ ഓരോ മാൻ മാർക്കിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിൽ ഒരു കോട്ട കെട്ടി. ശരിക്കും മാൻ മാർക്കിംഗ് എന്ന് പറയാൻ പറ്റും, മെൻ മാർക്കിംഗ് എന്നാണ്. കാരണം ഒരാൾക്ക് വേണ്ടി മൂന്നാൾ വരുന്നു. സാധാരണ നമ്മൾ പറയുന്ന ഒരാൾക്ക് മൂന്നാൾ വന്നാൽ 3 പേരുടെ ഒഴിവ് ഇപ്പുറത്തും ഉണ്ടാവുന്നു. അതുമില്ല, ഒട്ടനെ കടന്നൽപ്പട ഇളകി വരുന്ന പോലെ, വെട്ടുകളികളൊക്കെ വരുന്ന പോലെ വീണ്ടും തിരിച്ചു വന്ന് അവരുടെ പൊസിഷനിൽ നിൽക്കുന്നു. എത്ര ചിട്ടയോടെ കൂടിയാണ് അവർ വന്ന് നിൽക്കുന്നത്. ഒരു പട്ടാള ചിട്ടയോട് കൂടിയാണ് അവർ ആ പ്രതിരോധത്തെ കാത്തത്. ശരിക്കും ആ പ്രതിരോധത്തിൽ അർജന്റീന ഞെട്ടിപ്പോയി. ഒന്നും ചെയ്യാനാവുന്നില്ല അർജന്റീനക്ക്. വെറുതെ മെസ്സിയൊക്കെ അവസാനം ബോൾ കിട്ടാതെ മിഡ്ഫീൽഡിലൊക്കെ ഇറങ്ങി വന്നിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് നമ്മൾ പലതവണ കണ്ടു. എന്നിട്ടും ആ പ്രതിരോധത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഹൈബോളൊക്കെ കളിക്കേണ്ടി വന്നു. കാരണം അവരുടെ പ്രതിരോധവും മധ്യനിരയും ഭേദിച്ചിട്ട് മുന്നോട്ട് കടക്കാനാവുന്നതേ ഇല്ല. ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും ഒക്കെ അടപടലം എന്ന രീതിയിലേക്കായി. ആ ഗോളിൽ വന്ന് മെസ്സിയുടെ ക്രോസും ആ ഗോളും ഒഴിച്ചു നിർത്തിയാൽ മെസ്സി മാജിക് നമ്മൾ കണ്ടതേ ഇല്ല. മെസ്സിയുടെ ഗോൾ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഒരു ഗോൾ വന്നു. ആ ഗോൾ പക്ഷേ ചരിത്രപരമായ കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. അതായത് തുടർച്ചയായ 8ാം മത്സരത്തിലാണ് മെസ്സി ഗോൾ നേടുന്നത് ലോകകപ്പിൽ. മെസ്സിയുടെ ലോകകപ്പിൽ 20ാം ഗോളായിരുന്നു. മാത്രമല്ല 7ലധികം ഗോൾ 2 ലോകകപ്പ് ടൂർണമെന്റുകൾ നടത്തുന്ന ആദ്യ താരം ചരിത്ര നേട്ടം മെസ്സി ആ ഗോളിലൂടെ സ്വന്തമാക്കി. പക്ഷേ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും അർജന്റീന ഒരു ഹാഫ് ടൈമിൽ തന്നെ തിരിച്ചു പോയാണ്. പക്ഷേ ആ ചരിത്ര നേട്ടത്തിന്റെ പേരിലല്ല, മറിച്ച് കേപ്പർദയുടെ പോരാട്ടത്തിന്റെ പേരിലാണ് നമ്മൾ ഇന്നത്തെ ഈ മത്സരം ഓർത്തു വെക്കുന്നത്. അതിനുശേഷമാണ് അവരുടെ തിരിച്ചടി അതിഗംഭീരമായി അവർ തിരിച്ചു വരുന്നു. ആ ഒരു ഗോൾ തിരിച്ചു വരുന്നതിനുള്ള അർജന്റീനയുടെ പ്രതിരോധം ആകെ ആടിയോലേക്കാണ്. അർജന്റീനയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല, മധ്യനിരയിൽ ആധിപത്യം സ്ഥാപിക്കുന്നില്ല, ഒന്നിനും സാധിക്കാത്ത നിരയിലേക്ക് കേപ്പർദ അതിശക്തമായി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ആ കേപ്പർദ ഇത്ര മനോഹരമായിട്ട് ആക്രമണം നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല. നമ്മൾ പറഞ്ഞ ലോകകപ്പിൽ നമ്മൾ ഈ കണ്ട ടീമുകളിൽ ഏറ്റവും മികച്ച മധ്യനിര, ഏറ്റവും ഒത്തിണക്കത്തോടു കൂടി കളിക്കുന്ന മധ്യനിരയാണ് എൻസോയുടെയും അല്ലെങ്കിൽ ഡീപോളും മെക്കാലിസ്റ്ററും ചേർന്ന്. പക്ഷെ ഇന്ന് ഭാവനാ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സംഘമായിട്ട് നമുക്ക് അവരെ തോന്നുന്നു. അൽമേഡയുണ്ട്, വേണമെങ്കിൽ 4 പേരെ എന്ന് കൂട്ടാം. 4 പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാം. അവർക്ക് പന്തിൽ പൊസിഷൻ ഉണ്ട്, ഒരുപാട് സമയം ഒരു പന്ത് കൈവശം വെച്ചിട്ട് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് അറിയുന്നില്ല. ആ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പിന്നെ ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ ഫ്രാൻസ് ഒക്കെ കാണിച്ചൊരു പാഠം സ്കലോണി പഠിക്കുന്നു. പക്ഷേ യാതൊരു പാഠവും പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ സ്കലോണി പഠിച്ച പാഠങ്ങളൊന്നും തന്നെ ഈ കേപ്പ് വെർദയുടെ പട്ടാള ചിട്ടയ്ക്ക് മുന്നിൽ, അവിടെ അച്ചടക്കത്തിന് മുന്നിൽ വിലപ്പോയില്ലാന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ. സ്കലോണി അങ്ങനെ പാഠം പഠിച്ചിരുന്നെങ്കിൽ ഇതേ ലൈന് പിറക്കില്ലായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പിഴവുകളുണ്ട്, ഡിഫൻസിൽ പിഴവുകളുണ്ട്, മധ്യനിരയും വേണമെങ്കിൽ ഒന്ന് കൂടുതൽ ഉണർന്ന് കളിക്കേണ്ടതാണ്. നമ്മൾ അന്നേ വിലയിരുത്തിയതാണ്, കഴിഞ്ഞ മത്സരങ്ങളെ വിലയിരുത്തിയാണ്. പക്ഷേ ഓസ്ട്രിയക്കെതിരെ കളിച്ച അതേ ലൈനപ്പ് തന്നെയാണ് ഈ മത്സരത്തിൽ നിലനിർത്തിയത്. അപ്പോഴേ ഒരു സൂചന ഉണ്ടായിരുന്നു, അത് മത്സരത്തിൽ കേപ്പർദ നന്നായി മുതലാക്കും. ആ ലൈനപ്പ് കൊണ്ട് പോയാൽ ഇനിയുള്ള മുന്നേറാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് അപായ സൂചനയെ എടുക്കേണ്ടതായിരുന്നു. അതിന് സ്കലോണി തയ്യാറായില്ല. അതിന് കേപ്പർദ നന്നായി മറുപടി കൊടുക്കുകയും ചെയ്തു. ശരിക്കും അർജന്റീന ആരാധകർ എന്ത് ഭയന്നു, അത് ശരിക്കും ഇവിടെ സംഭവിച്ചു. കേപ്പ് വെർദെ ഓരോ നീക്കം വരുന്ന സമയത്ത് അർജന്റീനയുടെ പ്രതിരോധവും മിഡ്ഫീൽഡൊക്കെ ഇല്ലേ നമ്മൾ സംശയിച്ചു. ആദ്യം ശരിക്കും അലസനായിട്ടായിരുന്നു കുറേ എമിലിയോ മാർട്ടിനസ് നിന്നത്. ആദ്യം ഗോൾ വഴങ്ങിയതൊക്കെ ശരിക്കും മാർട്ടിനസിൻ്റെ ഒരു പോരായ്മ കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അവസാനത്തേക്ക് മാർട്ടിനസ് ഉണർന്നില്ലായിരുന്നെങ്കിൽ പിന്നെ ഒരു 5 ഗോൾ ശരിക്കും ഇവർ വാങ്ങിയിട്ട് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ അർജന്റീനയ്ക്ക് വരുമായിരുന്നു. പിന്നെ പ്രതിരോധത്തിൽ ലിസാൻഡ്രോ മാർട്ടിനസ് വളരെ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്. അതാണ് അർജന്റീന നിരയിൽ ആകെ ഒരു പ്രതീക്ഷ നൽകിയൊരു താരം ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. 2ാമത്തെ ഗോളിന് വഴിവെച്ചതും ശരിക്കും മാർട്ടിനസിന്റെ പിന്നെ ലിസാൻഡ്രോന്റെ ഹെഡറാണ്. നമ്മൾ മെസ്സി മാജിക് എന്നും മെസ്സിയുടെ ഗോളുടെ മികവ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇന്ന് അതുപോലെ നമ്മളെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചൊരു ഗോൾ ശരിക്കും പിന്നെ കബ്രാലിന്റെ ഗോളാണ്. അതുപോലൊരു ഗോൾ മെസ്സി ഇന്ന് അടിച്ചിട്ടില്ല. ശരിക്കും ഈ ലോകകപ്പിലെ മെസ്സി അടിച്ചിട്ടില്ല. അത്ര സുന്ദരമായിട്ടാണ് ഡ്രിബിൾ ചെയ്ത് വന്നിട്ട് എമിലി മാർട്ടിനസ് ശരിക്കും ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ കഴിഞ്ഞ ലോകകപ്പിൽ അന്തം വിട്ട് നിൽക്കായിരുന്നു ആ ഗോൾ. അത്ര സുന്ദരമായ ഒരു ഗോളായിരുന്നില്ല. ഒരു പിൻ പോയിന്റ് ഫിനിഷ് എന്നൊക്കെ പറയുന്ന ഒരവസരവും നൽകാതെയാണ് അത് അവരുടെ ചരിത്രത്തിൽ എക്കാലം രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ഫിനിഷ് ആയിരുന്നു. അതോടെ ആ ഗോൾ വീണതോടെ അർജന്റീന ആകെ തളർന്നു. പിന്നെ കേപ്പർദയുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അർജന്റീന പ്രതിരോധത്തിലാണ് നമ്മൾ കണ്ടത്. മധ്യനിരയിൽ പൊസിഷൻ ചെയ്തിട്ട് മുന്നേറാൻ കഴിയുന്നില്ല, ആക്രമണം ചെയ്യാൻ കഴിയുന്നില്ല. കേപ്പർദയുടെ ആക്രമണം അത്ര സുന്ദരമായിട്ടാണ് കേപ്പർദ ആക്രമണം നടത്തിയത്. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ പരിശോധിച്ച മത്സരം സൗദിക്കെതിരെ അത്ര ഗംഭീരമായിരുന്നു കേപ്പർദയുടെ ആക്രമണം. മുന്നേറ്റങ്ങൾ എത്ര മനോഹരമായിട്ടാണ് കഴിഞ്ഞ മത്സരത്തിന് കേപ്പർദ നടപ്പിലാക്കിയത്. അതുപോലെ നമ്മൾ പറയേണ്ടത് ഈ ഡ്യൂററ്റയുടെ ആദ്യ ഗോളും രസമാണ്. ഈ പിന്നെ ഇത്തവണത്തെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ സെനഗലിനെതിരെ വിജയ ഗോൾ നേടിയ ഡ്യൂററ്റയാണ്. അത് തന്നെ മെസ്സിയുടെ ഗോളിന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഡ്യൂററ്റെ എന്ന്. ശരിക്കും വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇന്നത്തെ ഇവരുടെ. ഈ റെഗുലർ ടൈമിൽ ഇവർ പിന്നെ തോൽവി വഴങ്ങിയിട്ടില്ല. ഒന്ന് ലോക ചാമ്പ്യനെ അവർ പിടിച്ചു നിർത്തി. ആദ്യത്തെ കളി അരങ്ങേറ്റ മത്സരം ആരെയാ? യൂറോപ്യൻ ചാമ്പ്യനെ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിന് മേലിൽ ലാറ്റിൻ അമേരിക്കയ്ക്ക് മേലിൽ ലോകത്തിന് മുഴുവനും അവരുടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ കേപ്പ് വെർദെ. ഫൈനൽ പോരാട്ടത്തിൽ നേർക്കുനേരെ വരേണ്ട രണ്ട് ടീമുകളാണ് അർജന്റീനയും സ്പെയിനും. ആ രണ്ട് ടീമുകളെയും ഫൈനൽ സെമിയിലെ പോരാട്ടത്തിൽ നേർക്കൊണ്ട രണ്ട് ടീമുകളെയും വിറപ്പിച്ച് നിർത്താൻ കേപ്പ് വെർദെക്ക് അത് ചെറിയ കാര്യമല്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അതായത് ഒരു രാജ്യം അർജന്റീനയെ പോലെയുള്ള ലോക ചാമ്പ്യന്മാരെ അടിമുടി വിറപ്പിക്കുക, ഇത്രയും നിമിഷം 120 മിനിറ്റൊക്കെ പിടിച്ചു നിർത്തുക, അത്ര ഗംഭീരമായിട്ടാണ് അവർ കളിച്ചത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. സാധാരണ നമുക്ക് കാണാൻ അട്ടിമറി കാണിക്കുന്ന ടീമുകൾ ഒരു മത്സരത്തിൽ അട്ടിമറി കാണിക്കും, പിന്നെ അങ്ങ് അപ്രത്യക്ഷമാവും. ഇതങ്ങനെയല്ല. തുടർച്ചയായ 4 മത്സരങ്ങളിൽ 3 മത്സരങ്ങളിൽ തോൽവി അറിഞ്ഞതേ ഇല്ല. അതും ആരൊക്കെ 2-3 ചാമ്പ്യന്മാരെ അവർ വിറപ്പിച്ചിരിക്കും: സ്പെയിൻ, ഉറുഗ്വേ, അർജന്റീന. പിന്നെ സൗദിക്കെതിരെ അവർ തോൽവി വഴങ്ങിയിട്ടില്ല. ഇതിലും റെഗുലർ ടൈമിൽ തോറ്റിട്ടില്ല. ഇതും അവസാന നിമിഷവും ശരിക്കും തോറ്റു നമുക്ക് ഇപ്പോഴും നമുക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല. നമ്മുടെ ആ ഗോള് വീണില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് കടന്നൊക്കെ സ്ഥിതി മറ്റൊന്നേ ആയേനെ. അങ്ങനെ വരാത്തത് അർജന്റീനക്കാരുടെ ഒരു ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത്ര ഗംഭീരമായിട്ടാണ് അവർ കളിച്ചിട്ടുള്ളത്. അർജന്റീനയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർജന്റീനയുടെ ഇനിയും മുന്നോട്ടുള്ള കുതിപ്പ് ഈ പ്രകടനം വെച്ചാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അർജന്റീനയുടെ ദൗർബല്യം എന്താണ്, എന്തൊക്കെ പിഴവുകളുണ്ടെന്ന് കേപ്പ് വെർദെ നന്നായി തുറന്ന് കാണിച്ചിട്ടുണ്ട്. അത് എതിരാളികൾക്ക് ഒരു മുന്നേറാനുള്ളൊരു അവസരം കൂടി നൽകുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ തവണ സൗദിയിൽ നിന്ന് കിട്ടിയൊരു ഷോക്കിന് സമാനമാണ് ഇത്. അപ്പോൾ സൗദിയിൽ നിന്ന് ഷോക്കിന് ശേഷമാണ് അവർ പാഠങ്ങൾ പഠിക്കുകയും മുന്നേറുകയും ലോക ചാമ്പ്യന്മാരുമായത്. അതുപോലെ ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ശരിക്കും ഒരു പക്ഷേ അർജന്റീനയ്ക്ക് ഗുണം ചെയ്യും. സൗദിയുടെ ഇതുപോലുള്ള ഒരു ഷോക്ക്, ഒരു തോൽവിയാണ് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ മുന്നേറാനുള്ള ഒരു അവസരം അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നതുകൊണ്ട് മാത്രം അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പിഴവുകളിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ അർജന്റീനയ്ക്കോ സ്കലോണിക്കോ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മധ്യനിരയിൽ പിഴവുകളുണ്ട്, ഡിഫൻസിലൊക്കെ തീർത്തും അടിച്ചു പണിയേണ്ടത് എത്രയോ വട്ടം ചിന്തിപ്പിക്കുന്നതാണ് അർജന്റീനയുടെ ഡിഫൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിങ്ങുകളിൽ നിന്ന് ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും ഒക്കെ കേപ്പ് വെർദെ വിങ്ങർമാർ നിറഞ്ഞാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനാവാതെ ഈ അർജന്റീനൻ ഡിഫൻസ് ഉണർന്നത് നമ്മൾ കണ്ടു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ആ ഗോൾ വന്ന വഴി ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ മത്സരം അൾജീരിയ അർജന്റീനക്കെതിരെ നേടിയ ഗോൾ. അതായത് സ്ട്രൈക്കർമാരെ മാർക്ക് ചെയ്യാതെയാണ് അർജന്റീന ഡിഫൻഡർമാരെ അഴിച്ചുവിട്ടത്. സമാനമായിട്ട് ഇന്നത്തെ ഒന്നാമത്തെ ഗോൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അതായത് അവരുടെ സ്ട്രൈക്കറെ മാർക്ക് ചെയ്യുന്നില്ല, മാർക്ക് ചെയ്യാതെയാണ് അലസതയോടെയാണ് അർജന്റീന അത് കൈകാര്യം ചെയ്തത്. സ്ഥലവും സൗകര്യം അവർക്ക് കൊടുക്കാം. നേരെ കുറച്ച് അർജന്റീനക്കാർക്ക് ഒരു ഇഞ്ച് സ്ഥലം പിന്നെ വിട്ടുകൊടുക്കുന്നില്ല. ആ കാര്യത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൈയ്യടി കൊടുക്കേണ്ട ബൊസീനിക്ക് മാത്രമല്ല, ലോപ്പസും 2 ഗംഭീരമായ സേവുകൾ ലോപ്പസും നടത്തിയിട്ടുണ്ട്. മിഡ്ഫീൽഡിൽ നിന്ന് മുന്നേറ്റങ്ങൾ കേപ്പ് വെർദെ തുടങ്ങുമ്പോൾ തന്നെ അർജന്റീന ആകെ ഉള്ളോട്ട് വലിക്കുകയാണ്. അർജന്റീനക്ക് അവിടെ മിഡിൽ വെച്ചിട്ട് അർജന്റീനക്ക് തടയാൻ സാധിക്കുന്നതേയില്ല. മറിച്ച് അർജന്റീന നോക്കൂ, അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ മിഡിൽ നിന്ന് തന്നെ കേപ്പ് വെർദെ വിഫലമാക്കുകയാണ് ചെയ്യുന്നത്. അർജന്റീന പന്ത് തട്ടി കളിക്കുന്നതല്ലാതെ മുന്നേറാൻ കഴിയുന്നില്ല. അത് കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ മിഡിലേക്ക് ഇറങ്ങി വന്ന് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. മെസ്സി സാധാരണഗതിയിൽ അങ്ങനെ ഇറങ്ങി വന്ന് ചാൻസ് ക്രിയേറ്റ് ചെയ്താൽ അതിനർത്ഥം അതായത് അർജന്റീനയുടെ മുന്നേറ്റങ്ങൾക്ക് കാര്യമായ അവസരങ്ങൾ സൃഷ്ടിക്കാനൊന്നും കഴിയുന്നില്ല. അത് നമ്മൾ മെസ്സി അസ്വസ്ഥനായിരുന്നു, നിരാശയോട് കൂടിയാണ് കളിച്ചത്. നമുക്ക് മെസ്സിയുടെ മുഖത്തുനിന്ന് മുഖഭാവത്ത് മനസ്സിലാവും. ശരി, പ്രകടമായിരുന്നു. എത്രയോ നമ്മൾ മെസ്സിനെ കാണുന്നില്ല, മെസ്സിയുടെ മുഖഭാവത്തിൽ കറക്റ്റ് പ്രകടമായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ കുറേ മത്സരങ്ങൾ അർജന്റീനയുടെ വിലയിരുത്തൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്ന ടീമുകളിൽ ഏറ്റവും കുറവ് അവസരങ്ങൾ സൃഷ്ടിച്ച ടീമുകളിൽ ഒന്നാണ് അർജന്റീന. അർജന്റീനയുടെ മധ്യനിരയിൽ നിന്നോ വിങ്ങുകളിൽ നിന്നോ മെസ്സിക്ക് പുറമെ ഒരു താരം മികച്ച രീതിയിൽ കളിച്ചു എന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. മെസ്സി തന്നെ ഇത്തവണയും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഡ്രിബ്ലിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു. 2022 നമ്മൾ മനസ്സിലാക്കി. ഓസ്ട്രേലിയക്കെതിരെയും നെതർലൻഡ്സിനെതിരെയൊക്കെ മെസ്സി നിറഞ്ഞു കളിക്കുകയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു കമൻട്രി, 1000 മാച്ചസ് ആൻഡ് സ്റ്റിൽ ഹി എക്സൽസ്. അത്ര മനോഹരമായിട്ടാണ് മെസ്സി കളിച്ചത്. ഈ ടൂർണമെൻറ്റിൽ അങ്ങനെ ഒരു മെസ്സി നമുക്ക് കാണാനേ കഴിയുന്നില്ല. ഗോളുകൾ അടിക്കുന്നുണ്ടോ എന്നതിനപ്പുറത്തേക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാനോ ഫൈനൽ തേർഡിലേക്ക് മികച്ച രീതിയിൽ അസിസ്റ്റ് നൽകാനോ മെസ്സിക്ക് ഈ മത്സരത്തിൽ സാധിക്കുന്നതിൽ ശരിക്കും സ്കലോണി ഈ ആവനാളിയിൽ ആയുധം മുഴുവൻ ഉപയോഗിച്ചു, 5 സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചു. എന്നിട്ടും ഫലം കാണുന്നില്ല എന്നുള്ളത് ശരിക്കും അർജന്റീനയ്ക്ക് ആശങ്ക ഉണ്ടാകുന്ന. അതായത് ഈ ലെഫ്റ്റ് വിങ്ങിലൊക്കെ ഒരു മികച്ച രീതിയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡിമേരിയുടെ ഒരു പകരക്കാരൻ ഇപ്പോഴും തേടിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിയായ അഭാവം, ആ വിടവ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ആദ്യം പരീക്ഷിച്ചു അൽമേഡക്ക് പകരം നിക്കോ ഗോൺസാലസ് വന്നു. അവരൊന്നും ആ ലെഫ്റ്റ് വിങ്ങിൽ ഒരു മനോഹരമായി കളിക്കാൻ പറ്റുന്ന താരങ്ങളേ അല്ലാന്ന് പലകുറി തെളിയിച്ചു കഴിഞ്ഞു. എവിടെയാണ് നമ്മൾ നിക്കോപാസിന് പരിക്കാണോ, അല്ലെങ്കിൽ ഈ മത്സരത്തിലും ഇറക്കിയില്ലെങ്കിൽ നിക്കോപാസിനെ എന്ത് ചെയ്യും? അത് വലിയൊരു ചോദ്യമാണ്. നിക്കോപാസിനെ എന്തുകൊണ്ടാണ് ഇറക്കാതെ? അത്രയും ടാലൻ്റ് ഉള്ളൊരു കൗമാരതാരത്തെ ഇങ്ങനെ പുറത്തിൽ എന്തുകൊണ്ടാണ് സ്കലോണിയുടെ പദ്ധതിയിൽ എന്തുകൊണ്ടാണ് നിക്കോപാസ് ഉൾപ്പെടുത്താതിരുന്നത്, എന്തുകൊണ്ടാണ് ഉൾപ്പെടാത്തത് എന്നത് വലിയ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു മെസ്സിയുടെ പകരക്കാരനെ ഇറക്കേണ്ടി വരും എന്നതുകൊണ്ടായിരിക്കാം. അല്ലാതെ മറ്റു പൊസിഷനിലേക്ക് എന്തുകൊണ്ടാണ് പരീക്ഷിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അതൊരു സ്കലോണിയുടെ തന്ത്രങ്ങൾ ശരിക്കും അപ്പോൾ തന്നെ കേപ്പ് വെർദെയുടെ കോച്ച് മറുതന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. ഈ ആൽവരസിനൊക്കെ ഇറക്കി ആക്രമണത്തിൻ്റെ മൂർച്ച കൂട്ടുന്ന സമയത്ത് അടുത്ത ക്ഷണം
ക്ഷണത്തിൽ ഡിഫൻഡർമാരെ ഇറക്കി അതിനെ ഓട്ട അടച്ചു കളയാണ്. കളയുന്നു. കളിക്കളത്തിലെ മികവും ആക്രമണം കൊണ്ട് മാത്രമല്ല ബുദ്ധിപരമായിട്ടും ശരിക്കും അർജന്റീനയ്ക്ക് ചെക്ക് വെക്കുകയാണ് ശരിക്കും നമ്മളിന്ന് കേപ്പ് വെർദെ ചെയ്യുന്നത് കണ്ടത്. ആദ്യ മിനിറ്റുകൾ മുതൽ തന്നെ അത് പ്രകടമായിരുന്നു. സ്കലോണിയുടെ എല്ലാ പദ്ധതികളും വിഫലമാണെന്ന് നമ്മൾ കണ്ടു. മധ്യനിരയിലോട്ട് മുന്നേറാൻ കഴിയുന്നില്ല, ഡിഫൻസിൽ പാഴ്ചകളുണ്ട്, മെസ്സിക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ കേപ്പ് വെർദെ തന്ത്രങ്ങളും കേപ്പ് വെർദെയുടെ താരങ്ങളും ഒക്കെ അർജന്റീനയെ കണക്ക് കൂട്ടി ശരിയായ വ്യക്തമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടാണ് കേപ്പ് വെർദെ അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ ഇറങ്ങിയത്. അത് അവർ വളരെ മനോഹരമായിട്ട് മൈതാനത്ത് നടപ്പാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 2 ഗോളുകൾ അർജന്റീനയ്ക്ക് പോലൊരു ടീമിനെതിരെ അടിക്കുക, അർജന്റീനയ്ക്ക് വിറപ്പിക്കുക, മത്സരത്തിൽ ഒരു ആധിപത്യം സ്ഥാപിക്കുക. അങ്ങനെ അർജന്റീന ലോക ചാമ്പ്യന്മാരെ വിറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള അർജന്റീനയുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്ന് ആരാധകർക്ക് ഉൾപ്പെടെ ആശങ്ക ഉണ്ടാക്കുന്ന ശരിക്കും മറ്റൊരു കാര്യം കൂടി ഉണ്ട്. മെസ്സിയുടെ സ്വന്തം മിയാമിയിലാണ്, എന്ന് വെച്ചാൽ അർജന്റീനയുടെ ഹോം ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്താണ് ശരിക്കും ഇന്ന് ഈ തിരിച്ചടി മുഴുവൻ നേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇത്. ശരിക്കും അതിൽ നിന്ന് പിഴവുകൾ മെസ്സിയും സ്കലോണിയും മറ്റു താരങ്ങളും ഒക്കെ പിഴവുകൾ മനസ്സിലാക്കി അവരുടെ ദൗർബല്യം മനസ്സിലാക്കി തിരുത്തിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. അത് അത്ര മനോഹരമായിട്ട് കേപ്പ് വെർദെ കളിച്ചിട്ടുണ്ട്. ശരിക്കും തലയുർത്തി തന്നെ കേപ്പ് വെർദെ മടങ്ങുന്നു. കേപ്പ് വെർദെക്ക് ഒരു കയ്യടി കൊടുക്കാതെ നമുക്ക് ഇത് അവസാനിപ്പിക്കാനേ സാധിക്കില്ല. ഈ ലോകകപ്പിൽ ഇനി ആര് ചാമ്പ്യനായാലും ആര് കപ്പ് ഉയർത്തിയാലും ഈ ലോകകപ്പിന്റെ കഥ എന്ന് പറഞ്ഞാൽ അത് കേപ്പ് വെർദെയുടെ കഥയാണ്, അവരുടെ വിജയത്തിന്റെ കഥയാണ്, അവരുടെ പോരാട്ടത്തിന്റെ കഥയാണ്. മറ്റ് ലോകകപ്പുകളിൽ നിന്ന് ഈ ലോകകപ്പിനെ മാറ്റി നിർത്തുന്നത് ഈ ഒരൊറ്റ ടീമാണ്, ഈ ഒരൊറ്റ രാജ്യമാണ്, ഈ ഒരൊറ്റ നായകനാണ്, ഒസീന്യ.